Hello friends, എല്ലാവർക്കും IND-ECTRONICSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ IND-ECTRONICSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് IND-ECTRONICSന്റെ 2 വയസ്സിലേക്കാണ് IND-ECTRONICS കടക്കുന്നത്. IND-ECTRONICSന്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷം ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഹാൻഡ് വാഷ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മുടെ ഇപ്പം ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്ന സാധനമാണ് ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സാനിറ്റൈസർ. അപ്പോൾ നമ്മളിത് പുറത്ത് പോയി വാങ്ങുന്ന അത്ര സേഫ് അല്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഹാൻഡ് വാഷ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അല്ലേ ചോ? ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷാരയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഇഷാരൻ്റെ ചാനലിലും വരും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവരുടെ ചാനലിൻ്റെ. അപ്പോൾ ഒന്ന് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഒരു സോപ്പാണ്. ലൈഫ് ബോയിൻ്റെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് സോപ്പ് വേണമെങ്കിലും എടുക്കാം. പക്ഷേ അത്യാവശ്യം കുറച്ച് അലിയാത്ത സോപ്പാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ലൈഫ് ബോയിന്റെ ഒരു ചെറിയ പാക്ക് തന്നെ വാങ്ങിയാൽ കുറേ കിട്ടും. നമുക്ക് വലിയ പാക്ക് കിട്ടില്ല. നമുക്ക് ഇത് ഒരു ചൂടുവെള്ളം കുറച്ച് പതപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് പോകാം. നമ്മൾ 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 50 ഗ്രാം സോപ്പിന് 1 ലിറ്റർ വെള്ളം ആവശ്യം. അതിൻ്റെ കണക്കിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് ചൂടാവാനുണ്ട്. ഇത് ചെറിയ പാത്രം തന്നെയാണ്, അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വെച്ചതാണ്. ഓക്കെ, ഇനി ഈ വെള്ളം കുറച്ച് സമയം ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. പതുക്കെ ഇടണം. ഈ വെള്ളത്തിലെല്ലാം കലരണം. ഒരു പൊടി പോലും ബാക്കി കിടക്കാൻ പാടില്ല. അത്ര പോലും നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗ്ലിസറിൻ ഒഴിക്കാൻ പോകുകയാണ്. ആദ്യം നിങ്ങളൊരു സ്പൂൺ എടുക്കുക. 1.5 ടീസ്പൂൺ ഒഴിക്കുക. 1 സ്പൂൺ. എന്നിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഇനി 10 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇത് തണുന്ന് കഴിഞ്ഞാൽ മൂടി വെക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സോപ്പ് റെഡിയായെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സോപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല കട്ട രൂപത്തിലാണുള്ളത്. നമ്മളുടെ ഹാൻഡ് വാഷ് ഇപ്പം നല്ല ലിക്വിഡ് ഫോമിൽ ആയിട്ടുണ്ട്. നല്ലോണം പതച്ചു വരുന്നുണ്ട്. അങ്ങനെ നല്ലോണം പതച്ചു വരണം.
എത്രമാത്രം നല്ലോണം ബീറ്റ് ചെയ്യുന്നോ അത്രയും നല്ലതുപോലെ നമുക്ക് സോപ്പ് നല്ലതുപോലെ ആവും. അപ്പം നമ്മൾ സോപ്പ് ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ നമ്മൾ സോപ്പ് എന്തൊരു നല്ല ബബിൾസ് ഒക്കെ പൊങ്ങി വെക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് കട്ട് ഹാൻഡ് വാഷ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നിങ്ങൾ അത് ലൂസാക്കിയാൽ മതി. നമ്മളിപ്പോൾ ലൂസാക്കുന്നില്ല. ഇനി നമുക്ക് ഇതൊക്കെ ഒരു ബോട്ടിൽസിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഈ ഹാൻഡ് വാഷ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 ഫുൾ ബോട്ടിലും ഒരു ഹാഫ് ബോട്ടിലാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കണ്ട ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ സാധാരണ സോപ്പ് പോലെ കൈമിൽ അതേ രീതിയിൽ സാധാരണ ഹാൻഡ് വാഷ് പോലെ തന്നെ ആയിട്ടുണ്ട്. നമ്മുടെ ഒറിജിനൽ ഹാൻഡ് വാഷ് പോലെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച 3 ബോട്ടിലും വെള്ളം ഉണ്ടായിട്ടില്ല. അപ്പോൾ കണ്ടോ, സാധാരണ ഹാൻഡ് വാഷ് പോലെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. പിന്നെ ഈ ഒരു വീഡിയോ തന്നെ ഇവളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവളുടെ ചാനലിൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ചെക്ക് ചെയ്ത്. ഓക്കെ, ബൈ ബൈ പറഞ്ഞു.